അപ്പൊ ഭയങ്കരന്മാരെ, ഭയങ്കരികളെ, ഇന്ന് നമുക്ക് ചേമ്പാണ്. ചേമ്പ് നമ്മുടെ പള്ളിക്കഞ്ഞി അല്ല, പള്ളിച്ചേമ്പ്. ഇതെന്നൊരു പിങ്കിയെ എത്ര പൗണ്ടാവും? പിങ്കി വള്ളമാല. നാളെ പിങ്കിയിലേ സെലിബ്രേഷനാ, ഓണ സെലിബ്രേഷൻ. എക്സാമൊക്കെ കഴിഞ്ഞ് നോട്ടച്ചൻ മാല എങ്ങനെയുണ്ട്? പിങ്കിയുടെ മാല സൂപ്പർ മോളെ, സൂപ്പർ സൂപ്പർ മാല, സൂപ്പർ വള. ചേച്ചിക്ക് ഇല്ലടി, ചേച്ചി വളർന്നിടില്ല. അതെ, സാധനം വറുത്തതാണ് അല്ല. ഭയങ്കര ഇത്രയും കാറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലേ? അവിടെ ചേമ്പണ്ട, പാൽച്ചേമ്പ്, പാൽച്ചേമ്പ്, പാൽച്ചേമ്പും മീൻ പറ്റിച്ചതും. ഇതാണ് ചിക്കൻ്റെ നട്ട്. അതെന്തൊരു സാധനം അത്? പ്ലീഹ നട്ടോ. ഇഷ്ടമാണ്, കുഴപ്പമില്ല. ഇനി നാളെ എപ്പോഴാണ് സ്കൂളിൽ പോണ്ടേ? നേരത്തെ വരുമോ സെലിബ്രേഷന്? പായസമൊക്കെ ഉണ്ടോ? പായസമൊക്കെ ഉണ്ടെന്ന്. ഓ, ഇന്നലെ ഈ സമയത്ത് കാലത്ത് കൊണ്ടുപോയ പൊതിച്ചോറ് ഭക്ഷണം കഴിക്കാണ്ടേ ഈ സമയത്ത് ഇരുന്ന് കഴിക്കില്ല. പക്ഷെ നാശമായിട്ടില്ല കേട്ടോ. പൊതിച്ചോറ് എങ്ങനെ ഇലയിൽ പൊതിഞ്ഞു കഴിഞ്ഞാൽ അയ്യോ. പൊതിച്ചോറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാ ഇല ഇടത്തോട്ട് നാക്കില്ല. അപ്പം എല്ലാവർക്കും ശുഭരാത്രി. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ശുഭരാത്രി. ഹൽക്കിന് കൊടുക്കാം, ഹൽക്കിനച്ഛൻ. ഹൽക്ക് മിളക് കഴിക്കില്ല, ഹൽക്ക് ബോഡി മെയിൻറ്റെയിൻ ചെയ്യണ ആളാ. പക്ഷെ അച്ഛ അങ്ങനെയില്ല. എവിടെ വളമാല, പിന്നെ മീൻ പറ്റിച്ചത്. ഈ പറ്റിക്കല് വേറെ പറ്റിക്കില്ല കേട്ടാ. മീൻ തലേദിവസത്തെ മീൻ ചട്ടിയിൽ നിന്ന് വറ്റിയതാ. അയിലക്കറി ഞങ്ങളവിടെ ഉണ്ട്. അയിലക്കറി ചന്ദ്രൻ്റെ കട എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ റൗണ്ടില് സിറ്റി സെന്ററിൻ്റെ അവിടെ ഉണ്ട്. സൂപ്പറാണ്. കഴിഞ്ഞാലും നീയൻ മോഹവല്ലി. അയ്യോ, ഇന്നലെ ഈ സമയത്ത് കാലത്ത് 2-3 ദോശ കഴിച്ച് പോയതാ. പിന്നെ ഒരു 4 കഷ്ണം ചീസ് ബോള് ബസ്സിൽ ഇരുന്നിട്ട്. പിന്നെ പച്ചവെള്ളം കഴിച്ചില്ല. പിന്നെ 6-7 മണിയായപ്പോഴാണ് പൊതിച്ചോറ് കഴിക്കാനേ. കഴിക്കുമ്പോൾ കഴിക്കും, കഴിച്ചില്ലെങ്കിൽ ഒന്നും കഴിക്കില്ല. നമ്മൾ നേരത്തെ ഭക്ഷണം കഴിക്കണം കേട്ടോ. ശരിക്കൊരു 9 മണിയാ പറയും. 8 മണിയാകുമ്പോഴേക്കും ഭക്ഷണം കഴിക്കണം. 8 മണിക്ക് മുന്നേ 7:30 ആകുമ്പോൾ ഭക്ഷണം കഴിക്കാം. 4:30 ആകുമ്പോൾ നമ്മൾ സ്വിച്ച് ഇട്ട് പോലെ ഇരുന്ന് കഴിക്കും. നേരത്തെ ഭക്ഷണം കഴിച്ചാലുള്ള ഗുണം അതാ, പെട്ടെന്ന് ദഹനം നടക്കും. സബോള ഗിരിഗിരി. അപ്പം എല്ലാവർക്കും ശുഭദിനം. ഇനി കുടുംബത്തിൽ തൊഴിലുണ്ടാവില്ല, സ്കൂൾ പൂട്ടിയില്ലേ.
ഇടി അടി തട അതേ ചിരട്ട വേൾഡ് കപ്പ് ഇതായിരിക്കണ് വേറൊരാള് എതിരാളി. അപ്പൊ എല്ലാവർക്കും ശുഭരാത്രി. എന്താ ശുഭരാത്രി പറയാൻ പോച്ച